കോൺഗ്രസിൻ്റെ ആനുകാലിക രാഷ്ട്രീയ മനോഭാവത്തെയാണ് ഞാൻ വെല്ലുവിളിക്കുന്നത്. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതാണ്, അല്ല കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതാക്കാന്നല്ല പറഞ്ഞത്. അതൊരു കാര്യം. രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഭാരതത്തിൽ ഭൂരിപക്ഷമില്ലാത്ത ഭരണകൂടം വരുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യമെന്ന് സമ്മതിച്ചു തന്നിരിക്കുന്നു. അത് തന്നെയാണ് ചൈനയുടെ താല്പര്യം, അത് തന്നെയാണ് പാകിസ്ഥാന്റെ താല്പര്യം, അത് തന്നെയാണ് അമേരിക്കയുടെ താല്പര്യം. ഈ അതിർത്തിക്ക് പുറത്തുള്ള ഞാൻ പറഞ്ഞോട്ടെ, അതിർത്തിക്ക് പുറത്തുള്ള രാജ്യങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവരെടുത്തുനിന്ന് പല സഹായങ്ങളും തേടി, ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ളവരുടെ സഹായവും തേടി ഭാരതത്തിലെ രാഷ്ട്രീയ അട്ടിമറിക്ക് നടത്തിയ ഒരു ശ്രമത്തിന്റെ ഭാഗികമായ വിജയമാണ്. കൂടുതൽ ചർച്ച ചെയ്യാൻ സമയമില്ലെങ്കിലും ഒറ്റ വാക്കി പറഞ്ഞ അതാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, അത് അദ്ദേഹം കുറ്റാന്വേഷണം എനിക്കറിയാം, കേരളം മുഴുവൻ അറിയാം. പക്ഷെ ചിലപ്പം അദ്ദേഹത്തിന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണല്ലോ. അത് തന്നെയാ പറഞ്ഞു. പക്ഷെ അതിന് കാരണം അങ്ങ് കേട്ട വാക്ക് കേട്ടവര് അവര് കാര്യം അറിയാന്ന് പറഞ്ഞവരാ. എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹപാഠിയാണ് രമേശ് ചെന്നിത്തല. എനിക്കറിയാം രമേശ് ചെന്നിത്തല എന്താ പറയാനിടയുള്ളത്. രമേശ് എന്താ പറഞ്ഞത്? പഞ്ചപാണ്ഡവന്മാർ കട്ടിൽക്കാല് പോലെ 3 എന്ന് പറഞ്ഞ് 2 എന്ന് കാണിക്കുന്നത് പോലെ ഭാരതം മുഴുവൻ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. യോഗി ആദിത്യനാഥ് RSSകാരനല്ല. യോഗി ആദിത്യനാഥിനെ കൊണ്ടുവരാൻ വേണ്ടി RSSകാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അങ്ങനെ ഒരു താല്പര്യം വരാനും വഴിയില്ല. അതുകൊണ്ട് ആ ആംഗിൾ അവിടെ നിൽക്കട്ടെ. അതിനപ്പുറം മറ്റൊരു കാര്യം പറയാം. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കാൻ പോകുന്ന വർഷമാണ് അടുത്ത വർഷം വരുന്നത്. ഈ സന്ദർഭത്തിൽ സംഘവുമായി ബന്ധപ്പെട്ട, സംഘം നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടത്തില്ല എങ്കിലും സംഘവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ ഉത്തരവാദിത്തമുള്ള വ്യക്തിയോ അങ്ങനെ മോദിയുടെ 2ാമത്തെ വരവിനെ തടസ്സപ്പെടാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞാൽ 3ാമത്തെ വരവ് തടസ്സപ്പെടാൻ പറഞ്ഞാൽ അത് വെറും ഊഹാപോഹം മാത്രമാണ്.